ഒരാൾക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ കാറിൽ ഒരു ലിഫ്റ്റ് കൊടുക്കുന്നതും കുറച്ചു ദിവസം താമസിക്കാൻ റൂമിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിലൊക്കെ എന്താ തെറ്റ്? അതൊരു വലിയ കാര്യമല്ലേ? ഒരു തെറ്റുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് തെറ്റി. ഇത്തരം സഹായങ്ങൾ ചെയ്തതിന് 26 പേരാണ് സൗദിയിൽ അറസ്റ്റിലായത്. വിശദമായി പറഞ്ഞു തരാം. അതായത് ഈ പറഞ്ഞതുപോലെ യാത്രയ്ക്കും താമസത്തിനും സൗകര്യം ഒരുക്കിയതിന് തന്നെയാണ് 26 പേരും അറസ്റ്റിലായത്. എന്നാൽ സഹായം ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണെന്ന് മാത്രം. രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ചവർക്ക് താമസ യാത്രാ സൗകര്യം ഒരുക്കിയതാണ് ഇവിടെ പ്രശ്നമായത്. ഇങ്ങനെ നിയമം ലംഘിച്ച് സൗദിയിലെത്തുന്ന ആളുകൾക്ക് ഗതാഗത താമസ സൗകര്യം നൽകുന്നവർക്ക് പരമാവധി 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. മാത്രമല്ല വാഹനങ്ങളും സ്വത്തും കണ്ടുകെട്ടുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സംശയാസ്പദമായ നിയമലംഘനങ്ങൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ മക്ക, റിയാദ് എന്നിവിടങ്ങളിൽ 911 എന്ന നമ്പറിലേക്കോ മറ്റിടങ്ങളിൽ 999 അല്ലെങ്കിൽ 996 വിളിക്കാനും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി ആരെങ്കിലും സഹായിക്കണമെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ കഴിയില്ല അല്ലേ? കാരണം നിരപരാധികളായ ആളുകൾ മറ്റൊരാളെ സഹായിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നല്ല മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങളായാൽ പോലും അതിന്റെ നിയമവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക.